ഹലോ ഗായ്സ്, ഇന്നെൻ്റെ ഉച്ചക്കത്തെ പരിപാടി എന്തൊക്കെയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്ന ഒരു മിനി വ്ളോഗ് ആയിക്കാണ്ട്. പക്ഷേ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഞാൻ സൈഡിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കയറി കണ്ടോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് പ്രധാന പരിപാടിയൊന്നുമില്ല, കൂന്തലാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഞാനത് ഫ്രൈ ആക്കി കണ്ട് റോസ്റ്റ് ചെയ്യാൻ തന്നെയാണ് കേട്ടോ വിചാരിക്കുന്നത്. കുറേ ദിവസമായി അങ്ങനെ ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിക്കണം. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഫ്ലോപ്പ് ആയിപ്പോയി. എന്തായാലും ഫ്ലോപ്പ് ആവാതെ ഇപ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ഞാൻ ചോറും കൂട്ടാനൊക്കെ സെറ്റാക്കി ബാക്കി പണികളും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിച്ചിട്ടാണ് കൂന്തൽമൊക്കെ തിന്നത്. എനിക്ക് ചെറിയ കൂന്തലാണ് കേട്ടോ ഇഷ്ടം, വലിയ കൂന്തൽ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ അതല്ല, ഇത് ഉണ്ടാക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് നിൽക്കണമെന്ന് തോന്നും, കാരണം കുറേ ടൈം വേണമല്ലോ. പക്ഷെ എന്നാലും ഞാൻ അങ്ങോട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. തൊട്ട് ഉള്ളി കട്ട് ചെയ്ത് ഇത് രണ്ടും, ഈ ഉള്ളി കട്ടയിലും കൂന്തലിൻ്റെ ക്ലീനിങ്ങും കൂടി കഴിഞ്ഞാൽ പരിപാടി ഏകദേശം ഫിനിഷ് ആയിട്ടാണ്. പിന്നെ ഫ്രൈ ചെയ്ത് കണ്ടല്ലേ ഉണ്ടാക്കുന്നത്, കുറച്ച് അധികം എണ്ണ എടുക്കണം കേട്ടോ നല്ലത്. എൻ്റെ അമ്മ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കി തന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതേപോലെ ഇവിടെ ഉണ്ടാക്കിയപ്പോൾ ആദ്യത്തെ കൊണ്ട് ഫ്ലോപ്പായി പോയി. പക്ഷേ ഇതെന്തായാലും സക്സസ് ആവുമെന്ന് വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഞാൻ ആക്കം പോലെ സമയം എടുത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഈ ഫ്രൈ ചെയ്തത് കണ്ടാൽ തന്നെ നമുക്ക് എടുത്ത് തിന്നാനങ്ങോട്ട് തോന്നും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതൊക്കെ ഇട്ടെടുത്ത് കണ്ട് വെള്ളമൊന്നും ചേർക്കാതാണ്ട് മിക്സ് ചെയ്താൽ കൂന്തലിൻ്റെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് അധികം മല്ലിച്ചപ്പ് ഇതിക്ക് ആവശ്യമുണ്ട്, എന്നാലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്, അപ്പോഴാണ് അതിൻ്റെ ഒരു പാകം. എന്നിട്ട് ഞാനിത് അങ്ങോട്ട് സെറ്റാക്കി. ഇനി നമുക്ക് കുറച്ച് പപ്പടം കൂടി അങ്ങോട്ട് പൊരിക്കാം, എന്നാലേ ഒരു റാഹത്താവുള്ളൂ. ഒരു സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ട ഗൈസ്. അപ്പോൾ പപ്പടം പൊരിച്ചു, അത്രയുള്ളൂ. ബൈ ബൈ.